ഫഹദ് ഫാസിലിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. കാരണം ഫഹദ് ഫാസിലിനെ ഞാൻ ശരിക്കും ആദ്യം നോട്ട് ചെയ്യുന്നത് കേരള കഫേ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് ചെയ്തൊരു സിനിമ ഉണ്ടാണ്. അതിൽ 10 മിനിറ്റിൻ്റെ കുറേ ഷോർട്ട് സ്റ്റോറീസാണ്. അതിൽ മൃത്യുഞ്ജയ എന്ന മറ്റേ പേരിൽ ഒരു ചെറിയൊരു റിമാക്കല്ലെങ്കിലും ഫഹദും കൂടി അഭിനയിക്കുന്ന ആ സിനിമ കണ്ടപ്പോഴാണ് ഫഹദിൻ്റെ ലുക്സ്, ഫഹദിൻ്റെ കണ്ണിലുണ്ടാകുന്ന ചലനങ്ങളൊക്കെ ഞാൻ കണ്ടത്. അന്ന് തന്നെ ഫഹദിലെ ഒരു നടനെ ഞാൻ കണ്ടപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഒരു പക്വതയില്ലായ്മയുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇവൻ്റെ ഈ വരവിൽ നമ്മൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഫഹദിൻ്റെ ധാരാളം പടങ്ങൾ എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയിൽ ഓരോരുത്തർ അഭിനയിക്കുമ്പോൾ ആ അഭിനയിക്കുന്ന ആളുടെ ടാലൻറ്റ് നമുക്ക് കണ്ട ഒരു സീനാണെങ്കിലും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഫഹദ് എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രങ്ങളും യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫഹദിൻ്റെ അപ്പിയറൻസിന് അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ചാപ്പ കുരിശ് കണ്ട ആളല്ല വേറൊരു സിനിമ അയ്മനം സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത്. ആളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് തൊണ്ടുമേലെ ആൾ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഫഹദ് ഫാസിലിനെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. അപ്പം ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ പണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മോഹൻലാലിനെയാണ് അന്ന് നമ്മൾ ചിന്തിക്കാറ്. കാര്യം അന്നത്തെ ഒരു യങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് കൂടി ഒഴിപ്പിക്കാൻ നടക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ മുരളി എന്ന് പറഞ്ഞ വരവേൽപ്പിലെ ആൾ, ലാലിൻ്റെ ഏജും അന്നത്തെ ഇമേജും ഒക്കെ അതിന് ഗുണം ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്ന് അത്തരം ഒരു ചെറുപ്പക്കാരനെ പ്ലേസ് ചെയ്താൽ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്നൊരു പേര് ഫഹദ് ഫാസിലിനെയാണ്.